ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഒരു മെഴുക്ക് പുരട്ടി, അതായത് വെജിറ്റേറിയൻകാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യത്യസ്ത രീതിയിലുള്ള മെഴുക്ക് പുരട്ടി. സാധാരണ രീതിയിലൊക്കെ നമ്മൾ ഉണ്ടാക്കി മടുത്തെങ്കിൽ പുതിയ രീതിയിലൊരു ഡിഷ് ഉണ്ടാക്കണം വിചാരിക്കുന്ന ദിവസം നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ സീസണാണ്, എന്തിൻ്റെ മുരിങ്ങക്കായുടെ സീസണാണ്. അപ്പോൾ മുരിങ്ങക്കായും പൊട്ടറ്റയും വെച്ചിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ് ചെയ്യുന്നത്. റോസ്റ്റ് അല്ലെങ്കിൽ മുരിങ്ങക്കായും പൊട്ടറ്റോ ഉള്ള റോസ്റ്റ് മെഴുക്ക് പുരട്ടി എന്നൊക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വിളിച്ചോളൂ. പക്ഷേ ചോറിൻ്റെയൊക്കെ സൈഡ് ഡിഷായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കുക. ഇന്നും ഒരേ വിഭവം കഴിച്ച് മടുത്ത ആൾക്കാർക്ക് ഒരു വെറൈറ്റി ആയിട്ടൊന്ന് കഴിക്കണം തോന്നുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചൂട് കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കുക. ഞാൻ ഇപ്പോൾ കാസ്റ്റ് ചെയ്യേണ്ട ഒരു പാത്രം വെച്ചിരിക്കുന്നത്. എന്നിട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 2 തണ്ട് കറിവേപ്പില അങ്ങ് പൊട്ടിക്കുക. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും 4 ചുള വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. പിന്നെ ഏകദേശം ഒരു വലിയൊരു സവാള, 2 ആയാലും കുഴപ്പമില്ല, ചെറുതാണെങ്കിൽ 2 എടുത്തോളൂ. അത് ചെറുതായിട്ട് അരിഞ്ഞ് അല്പം മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാളയൊക്കെ നന്നായി വഴണ്ടി വന്ന സമയം കൊണ്ട് നമുക്ക് പൊട്ടറ്റവും അതുപോലെ തന്നെ മുരിങ്ങക്കായ ഇടാം. 2 പൊട്ടറ്റോ, ഒരു 4 മുരിങ്ങയ്ക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇളക്കി അടച്ചു വയ്ക്കുക. ഇനി പൊട്ടറ്റോ നിങ്ങൾക്ക് നീളത്തിൽ അരിയണം എന്നില്ല. ഞാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുരിങ്ങക്കായ നീളത്തിലാണല്ലോ അരിഞ്ഞത്, അപ്പോൾ അതേ രീതിയിൽ കാണാനൊരു ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് മാത്രം അരിഞ്ഞതാണ്. ഇനി നമുക്ക് അതിലേക്കൊരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂണ് മല്ലി, പിന്നെ ഒരു 4 കാശ്മീരി മുളക്, ഒരു 2 നുള്ള് ജീരകം. അപ്പോൾ നമ്മൾ മസാല സാധാരണ വെക്കും, ഞാൻ പറഞ്ഞുല്ലോ നിങ്ങളുടെ അടുത്ത്, സാധാരണ വെക്കണ മാതിരിയല്ല, കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പോൾ നമുക്കിതിൻ്റെ മസാല അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണ്ട കേട്ടോ, ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ മുരിങ്ങക്കായും പൊട്ടറ്റൊക്കെ ഒരു 3/4 വേവാവണ വരെ വേവിച്ചെടുക്കണം. അപ്പോൾ നോക്കി വെക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, അടുക്കി പിടിക്കാതിരിക്കുക, സിമ്മ് മെയിൻറ്റെയിൻ ചെയ്യുക എപ്പോഴും. കാരണം സ്പീഡ് കൂട്ടിയിട്ട് എപ്പോഴും കരിഞ്ഞു പോകും. എനിക്കെപ്പോഴും നമ്മളെ കുക്കിങ്ങിൽ ആദ്യം ചെയ്യേണ്ട കാര്യം സിമ്മ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. നമ്മളത് ഇട്ട് പോയി കഴിഞ്ഞാൽ വേഗം അടുക്കി പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് എന്നിട്ട് വെന്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ പൊടി ഒന്നിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. കാരണം ഈ പൊടിയുടെ പച്ചച്ചോയ നമ്മൾ ഓൾറെഡി ഡ്രൈ റോസ്റ്റ് ചെയ്താണ്. പക്ഷേ എന്നാലും ഈ എന്താ പറയുക, പൊട്ടറ്റോയിലും അതുപോലത്തെ മുരിങ്ങക്കോലൊക്കെ ഇത് പിടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ നമ്മളെ കറി സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ എന്നും ഒരേ കറി കഴിച്ച് കൂട്ടും അടുത്ത ആൾക്കാർ തീർച്ചയായിട്ടും ഈ ഒരു കറി ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കൂ. നിങ്ങൾ ഉണ്ടാക്കി നോക്കി ഒന്ന് ഫോട്ടോ ഒക്കെ ഒന്ന് അയച്ചെന്നാൽ ഒത്തിരി സന്തോഷമായിരിക്കും. ഇപ്പം ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കിക്കോളൂ കേട്ടോ. നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറും കറിയോ അല്ലെങ്കിൽ തൈരോ അതിൻ്റെ കൂടെയാണ് നമ്മൾ കൂട്ടാൻ. നേരിട്ട് കറിയായിട്ട് നമുക്കത് എനിക്കങ്ങനെ ഇഷ്ടമില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നേരിട്ട് ഉപ്പേരിയൊക്കെ കൂട്ടി കഴിക്കുന്നവർക്ക് പറ്റുമായിരിക്കും, പക്ഷെ ഒരു കറിയും അതിൻ്റെ സൈഡ് ഡിഷായിട്ടാണ് ഇത് ഞാൻ കഴിച്ചു നോക്കിയത്. സൂപ്പറായിരുന്നു കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് വെച്ചിട്ടും എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നിങ്ങൾ കാണുക എൻ്റെ ചാനൽ, പുണ്യ സ്പെഷ്യൽ എന്ന് പറഞ്ഞ ചാനലൊന്ന് വാച്ച് ചെയ്യുക. അതുപോലുള്ള നല്ല വിഭവങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. താങ്ക് യു.